എല്ലാവർക്കും NMMS എക്സാമിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025-26 അധ്യയന വർഷത്തെ NMMS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയിലേക്ക്, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ എക്സാം എഴുതി പാസ്സായി എലിജിബിലിറ്റി നേടിയിട്ടുള്ള കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു സർക്കുലറാണ്. ഈ സർക്കുലറിൽ പറയുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ മാനദണ്ഡപ്രകാരം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് മറ്റ് കേന്ദ്ര സ്കോളർഷിപ്പുകളൊന്നും കൈപ്പറ്റാൻ പാടില്ലാത്തതാണ് എന്നുള്ള ഒരു കാര്യമാണ്. 2024-25 വർഷം സ്കോളർഷിപ്പ് വിതരണത്തിന് ആധാർ പേയ്മെൻറ്റ് ബ്രിഡ്ജ് സംവിധാനം അവലംബിച്ചതിനാൽ മറ്റ് കേന്ദ്ര സ്കോളർഷിപ്പുകൾ കൈപ്പറ്റിയ കുട്ടികളെ NMMSൻ്റെ സ്കോളർഷിപ്പ് പ്രോസസ്സിങ്ങിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയും തുടർന്ന് കേന്ദ്ര മന്ത്രാലയം ഈ കുട്ടികളെ NMMS പദ്ധതിയിൽ നിന്നു തന്നെ ഡീബാർ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ഈ ഒരു സർക്കുലറിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ നിന്നും അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന PM യാശ്വാസി OBC OEC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളൊന്നും തന്നെ അപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ പറഞ്ഞ സ്കോളർഷിപ്പ് 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് എങ്കിൽ കൂടി ഈ വർഷം 8ാം ക്ലാസ്സിലെ NMMS എക്സാം എഴുതുന്ന മക്കൾ എക്സാം എലിജിബിലിറ്റി നേടിയതിന് ശേഷം അടുത്ത വർഷം ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു നിബന്ധന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പുകൾക്ക് മാത്രമാണ് ഉള്ളത് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.